കർണന്റെ ദാനശീലം കേൾവി കേട്ടതാണല്ലോ. ഒരിക്കൽ അംഗരാജൻ സ്നാനത്തിനു മുന്നോടിയായി എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ്വാരകധീശൻ അദ്ദേഹത്തെ കാണാൻ അവിടെയെത്തി. രത്നങ്ങൾ പതിച്ച മനോഹരമായ എണ്ണക്കപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട ഭഗവാൻ കർണനോട് ആരാഞ്ഞു, അംഗരാജ, ആ കപ്പ് നമുക്ക് തരുമോ? ഇടത്തു കൈയിലിരുന്ന ആ കപ്പ് കർണൻ ഉടനെ തന്നെ യാദവ നായകന് നേരെ നീട്ടി. ദ്വാരകധീശ്വരന്റെ മുഖം ഇരുണ്ടു. അദ്ദേഹം ചോദിച്ചു, ആരെങ്കിലും ഇടതു കൈകൊണ്ട് ദാനം നടത്തുമോ കർണ? ആ ദാനം അധർമ്മമാണ്. മനസ്സില്ലാ മനസ്സോടെ ദാനം ചെയ്യുന്നവരാണ് അപ്രകാരം ചെയ്യുന്നത്. കർണൻ തൊഴു കൈകളോടെ മൊഴിഞ്ഞു, ക്ഷമിക്കണം ഭഗവാനെ, ഇടതു കൈകൊണ്ട് ദാനം ചെയ്തു തെറ്റാണെന്നറിയാം. പക്ഷേ ഇടതു കൈയിൽ നിന്നും വലതു കൈയിലേക്ക് മാറുന്നതിനിടെ എൻ്റെ മനസ്സ് മാറിയാലോ എന്ന് നാം ഭയന്നത് കൊണ്ടാണ് ഇടതു കൈകൊണ്ട് തന്നെ കപ്പ് അങ്ങേക്ക് നീട്ടിയത്. കർണന്റെ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ശ്രവിച്ച ഭഗവാൻ വളരെയധികം സന്തോഷത്തോടെ ആ കപ്പ് സ്വീകരിച്ചു. നല്ല കാര്യം ചെയ്യാൻ തോന്നിയാൽ ഉടനടി ചെയ്യണം. ആലോചിക്കാൻ തുടങ്ങിയാൽ അത് ചെയ്യാതിരിക്കാനുള്ള അനേകം തടസ്സവാദങ്ങൾ താനേ ഉണ്ടാവും.